പുഴ എന്ന ഏറ്റവും ജൈവികമായ വാക്കിൻ്റെ ഹൃദയസ്പന്ദനങ്ങളെ ചേർത്തു പിടിച്ചുകൊണ്ടാണ് മൂവാറ്റുപുഴ എന്ന നഗരത്തിൻ്റെ പേര് തന്നെ ഉണ്ടായിരിക്കുന്നത്. പുഴയോരത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ നിർമ്മലമായ മനസ്സുള്ളവരാണ് മൂവാറ്റുപുഴക്കാർ എന്നും പറയാറുണ്ട്. എന്നാൽ ഇന്ന് മൂവാറ്റുപുഴയാറിൻ്റെ തീരത്ത് നിൽക്കുമ്പോൾ, പുഴയോരത്തുകൂടി നടന്നു പോകുമ്പോൾ എല്ലാം നമ്മൾ നേരിടുന്ന ഒരു ചോദ്യമാണ്, ഒരു പുഴ ഒഴുകുന്നത് ആർക്കു വേണ്ടിയാണ് എന്നത്. പുഴയിലേക്ക് തുറക്കുന്ന മാലിന്യ കനാലുകളുടെ എണ്ണം മൂവാറ്റുപുഴയിൽ പെരുകി വരുന്നു. ഒരു പുഴയെ എങ്ങനെയൊക്കെ നശിപ്പിക്കാം, ഒരു പുഴയിലേക്ക് എത്രയൊക്കെ മാലിന്യങ്ങളെ മനുഷ്യന് ഒഴുക്കിവിടാൻ പറ്റും എന്നതിൻ്റെ വലിയ ഉദാഹരണമാണ് മൂവാറ്റുപുഴയാർ ഇന്ന്. മൂവാറ്റുപുഴയിലെ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ അടുത്തുള്ള ലതാ പാലത്തിൻ്റെ താഴെയുള്ള ഒരു പ്രദേശമാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. മൂവാറ്റുപുഴ നഗരത്തിലെ ഹോട്ടലുകളിൽ നിന്നും മറ്റ് അറവുശാലകളിൽ നിന്നും ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്നും മറ്റുമുള്ള എല്ലാവിധ മാലിന്യങ്ങളും ഒഴുകിയെത്തുന്ന വലിയ ഒരു ഓടയാണ് ഈ പുഴയിലേക്ക് തുറക്കുന്നത്. ഇത് ഒഴുക്കിക്കൊണ്ടുവരുന്ന രാസമാലിന്യങ്ങളും ജൈവമാലിന്യങ്ങളും എല്ലാം അവിടെ വളരെ വലിയ ദുർഗന്ധമുണ്ടാക്കുന്നുണ്ട്. ഈ പ്രദേശത്തു കൂടി നടന്നിട്ടുള്ളവർക്കറിയാം അത് എത്രമാത്രം രൂക്ഷമാണ് എന്നത്. പുഴയുടെ വെള്ളത്തെ, പുഴയുടെ തെളിനീരിനെ അത്രയേറെ മലിനീകരിക്കുന്ന ഈ ഒരു പ്രവൃത്തി ഇനിയെങ്കിലും നിർത്തിക്കൂടെ എന്ന ചോദ്യം നമ്മൾ ആരോടാണ് ചോദിക്കേണ്ടത്? ഇത് വർഷങ്ങളായി മൂവാറ്റുപുഴയിലെ പരിസ്ഥിതി പ്രവർത്തകരും മൂവാറ്റുപുഴയിലെ മറ്റു മാധ്യമ പ്രവർത്തകരും ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിന് ഒരു പരിഹാരമുണ്ടാക്കുവാൻ മാത്രം നമ്മുടെ അധികാരികൾക്ക് കഴിയാതെ പോകുന്നു. പുഴവെള്ളത്തെ ഉപജീവിച്ച് ആണ് മൂവാറ്റുപുഴയിലെ 80% ജനങ്ങളും ജീവിക്കുന്നത്. ഇതേ വെള്ളം തന്നെയാണ്, ഇത്രമാത്രം മലിനീകരിച്ച് നമ്മൾ ഒഴുക്കിവിടുന്ന ഈ വെള്ളമാണ് അല്പം താഴെ, ഏതാണ്ട് 100-500 മീറ്റർ താഴെ വെള്ളം പമ്പ് ചെയ്ത് കയറ്റി വാട്ടർ അതോറിറ്റി ശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞ് മൂവാറ്റുപുഴയിലെ ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നത്. എത്രമാത്രമൊക്കെ ശാസ്ത്രീയമായ ശുദ്ധീകരണം അതിൽ നടക്കുന്നുണ്ട് എന്നത് വേറെ കാര്യം. എന്തായാലും മൂവാറ്റുപുഴക്കാർ കുടിക്കുന്നത് ഈ മലിനജലമാണ് എന്നത് വളരെയധികം ദുഃഖകരമാണ്. എന്തൊക്കെ തരത്തിലുള്ള പകർച്ചവ്യാധികൾ ഇതിലൂടെ ഉണ്ടാകാമെന്നത് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ വകുപ്പോ അധികാരികളോ ശ്രദ്ധിക്കുന്നുണ്ടോ? പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്നത് കർശനമായി നിരോധിക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഈ പുഴയെ സ്നേഹിക്കുന്ന ഒരു മൂവാറ്റുപുഴക്കാരൻ എന്ന നിലയിൽ ഞാനും ആവശ്യപ്പെടുന്നു.